ഇത് മാസ് മോട്ടോഴ്സിതാണ്. ഹോണ്ടയുടെ ഏവിയേറ്റർ വണ്ടി ടെസ്റ്റ് വർക്ക് റീടെസ്റ്റാണ്. റീടെസ്റ്റിൻ്റെ വർക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ അഴിച്ചായിരുന്നതാണ്. നിലവിൽ നമുക്കതിൻ്റെ ബോഡി ഫുള്ളായിട്ട് അഴിച്ച് പീസാക്കി പെയിൻറ്റ് ചെയ്ത് റീസെറ്റ് ആക്കിയിട്ടുണ്ട്. അതാണ് മെയിനായിട്ടുള്ള വർക്ക്. പിന്നെ നമുക്കതിൻ്റെ ജനറലായിട്ടുള്ള സർവീസും കൂടി നമ്മൾ കൂട്ടത്തിൽ ചെയ്തിട്ടുണ്ട്. എൻജിൻ ഓയിൽ, പ്ലഗ് അതൊക്കെ മാറ്റിയിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട വർക്കുകൾ മാത്രമാണ് പറഞ്ഞേക്കണേ. ജനറലായിട്ട് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വേറെ വർക്കുകളൊന്നും ചെയ്യണ്ടെന്നുള്ള പ്രകാരം ആ രീതിയിൽ ചെയ്തതാണ് കേട്ടോ. പിന്നെ ലൈറ്റ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഈ ബാക്കിലത്തെ ടൈൽ അസംബ്ലിയൊക്കെ അത് തന്നെയാണ് യൂസ് ചെയ്തേക്കണേ. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഹെഡ്ലൈറ്റ് അസംബ്ലി മാറ്റി പുതിയത് വെച്ചിട്ടുണ്ട്. ഇൻഡിക്കേറ്ററുകളൊക്കെ പഴയത് തന്നെയാണ് വെച്ചേക്കണം കേട്ടോ. കാരണം ഈ സൈഡൊക്കെ പൊട്ടിയിരുന്നതാണ്. അപ്പോൾ തൽക്കാലം നമ്മളോട് മാറണ്ടെന്ന് പറഞ്ഞ പ്രകാരം നമ്മളത് ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വേണ്ട വർക്കുകൾ മാത്രമാണ് ചെയ്തിട്ടുള്ളൂ. ഈ സൈഡൊക്കെ പൊട്ടിയിരുന്നതാണ്. അപ്പോൾ കുറേ പാർട്സുകളൊക്കെ നമ്മൾ ഒഴിവാക്കാൻ പറഞ്ഞ പ്രകാരം നമ്മളതൊക്കെ ഒഴിവാക്കി അത്യാവശ്യം ടെസ്റ്റിന് വേണ്ട രീതിയിൽ മാത്രമാണ് നമ്മൾ ചെയ്തേക്കണേ. പിന്നെ ഇതിനകത്ത് കാർബറേറ്റർ കഴിച്ച് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. കാർബറേറ്റർ ക്ലീൻ ചെയ്തേക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പെട്രോളിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. പെട്രോൾ E20 എന്ന് പറയുന്ന പെട്രോളാണ്. അത് ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കാർബറേറ്ററിനകത്ത് ഓക്സിഡേഷൻ സംഭവിക്കും. ഈ എത്തനോളും കാർബറേറ്റർ എന്ന് പറഞ്ഞാൽ അലുമിനിയമാണ്. അതുമായി ഓക്സിഡേഷൻ സംഭവിച്ചിട്ട് കാർബറേറ്റർ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് സാധാരണ രീതിയിൽ വരാറുണ്ട്. നമ്മുടെ വണ്ടിക്കും അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ കംപ്ലയിൻ്റ് ഇല്ല. പക്ഷേ എന്ന് കരുതി വന്നുകൂടായികയില്ല. എപ്പോൾ വേണമെങ്കിലും കംപ്ലയിൻറ്റ് കാണിക്കാം കേട്ടോ. അത് നമ്മളിപ്പോൾ ചെയ്ത വർക്കും അതുമായിട്ട് യാതൊരു ബന്ധമില്ല. പെട്രോള് അത് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നല്ല പെട്രോൾ അടിക്കണം. എത്തനോൾ ഇല്ലാത്ത പെട്രോൾ അടിക്കണം. അത് നിലവിൽ നമുക്കിപ്പോൾ ഇന്ത്യയിൽ കിട്ടൽ പ്രായോഗികമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കംപ്ലയിൻറ്റ് എപ്പോൾ വേണമെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചോളണം കേട്ടോ. അപ്പോൾ ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ രീതിയിൽ കിടന്ന വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബില്ലാക്കി കഴിയുമ്പോൾ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്ക് ഇടാം. വർക്ക് കംപ്ലീറ്റ് ബില്ലായി കഴിയുമ്പോൾ ഓൾറെഡി കോൺടാക്ട് ചെയ്തോളാം. ഇനിയിപ്പോൾ ജസ്റ്റ് പെയിൻറ്റ് വർക്ക്ഷോപ്പിൽ കൊടുത്തൊന്ന് പോളിഷ് ചെയ്യാനും കൂടി ഉള്ളൂ. ബാക്കിയത്തെ വർക്ക് തീർന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കാം. പെട്രോൾ ഓവർഫ്ലോ കംപ്ലയിൻറ്റ് വന്നാൽ മെക്കാനിക്കിൻ്റെ കുറ്റമല്ല, അത് അറിഞ്ഞിരിക്കുക. അത് പെട്രോളിൻ്റെ കംപ്ലയിൻ്റ് ആണ്. അത് നമ്മളിപ്പോൾ അത്യാവശ്യം ഇപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ പൈസയൊക്കെ വരുമ്പോൾ അത്യാവശ്യം എമൗണ്ട് വന്നിട്ടുണ്ട് വണ്ടിക്ക്. അപ്പോൾ അതും പ്രകാരം നമ്മൾ അത്രയും പൈസ മുടക്കി ചെയ്തതാണ്. അതിന് ശേഷം ഈ കംപ്ലയിൻ്റ് എന്ന് പറയരുത്. കാരണം എന്ന് വെച്ചാൽ അത് നമ്മുടെ കുറ്റമല്ല. അത് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ പ്യുവർ പെട്രോൾ അടിക്കുക. ഓക്കെ, പ്യുവർ പെട്രോൾ അടിക്കുകയാണെങ്കിൽ ആ കംപ്ലയിൻറ്റ് വരില്ല. പക്ഷേ അത് നമുക്ക് നിലവിൽ കിട്ടാനില്ല. അതില്ല. പെട്രോൾ അങ്ങനത്തെ പെട്രോൾ ഇപ്പോൾ വന്നില്ല കേട്ടോ. അതുകൊണ്ട് ഈ കംപ്ലയിൻറ്റ് 99.9% വരും. ഓക്കെ, അത് എന്ന് വരും എന്നുള്ള കേസ് മാത്രമേ നമുക്ക് കൺഫ്യൂഷനുള്ളൂ. ഓക്കെ.